അതെ, ഞാൻ പറഞ്ഞില്ലേ ഒരു കറിയും കൂടെ വെക്കാനുണ്ടെന്ന്. അപ്പോൾ ദേ ഞാൻ പടവലങ്ങയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കാൻ പോണേ. അപ്പോൾ പടവലങ്ങ പിള്ളേർ കഴിക്കും, പക്ഷേ ഈ പപ്പങ്ങയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് അരിഞ്ഞ് രണ്ടും കൂടെ വെക്കണമെങ്കിൽ ഇതറിയാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് പപ്പങ്ങ പടവലങ്ങ എന്ന് പറയാൻ പറ്റുമോ? അത് ആർക്കറിയാൻ പാടില്ലാത്തല്ലേ, വെറുതെ ചോദിച്ചതാണ്. ചോദിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എനിക്ക് ഈ കിച്ചണിലെ ഓൾമോസ്റ്റ് എല്ലാ പണികളും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം മീൻകറി വെക്കാനായിട്ടാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മീനാണ്. അതുകൊണ്ട് ഞാനത് മനസ്സറിഞ്ഞ് വെക്കും. വേറെ എന്ത് കറി വെച്ചാലും മിക്കവാറും അത്ര അങ്ങനെ ശരിയാവാറില്ല. ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലൊക്കെ. പിന്നെ പച്ചക്കറി അതൊട്ടും ശരിയാവാറില്ല. പക്ഷേ എനിക്ക് ഈ കിച്ചണിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത വേറൊരു പണിയുണ്ട്. അതെന്താണെന്ന് പറയാമോ? ഇപ്പം മിക്ക ആൾക്കാരും പറയും പാത്രം കഴുകലാണെന്ന്. അതും ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. പക്ഷേ ഏറ്റവും ഇഷ്ടമല്ലാത്ത പണി എന്താണെന്നറിയാമോ? ഈ തേങ്ങ ചിരണ്ടൽ. എന്നെപ്പോലെ തേങ്ങ ചിരണ്ടാൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോ കേട്ടോ. പുട്ടുണ്ടാക്കണമെങ്കിൽ തേങ്ങ, ഒരു നല്ല മീൻകറി വെക്കണമെങ്കിൽ തേങ്ങ, ഇനി വൈകുന്നേരം എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെങ്കിൽ അപ്പോഴും വേണം തേങ്ങ. ഈ തേങ്ങയൊക്കെ കണ്ടുപിടിച്ചാൽ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ അടപ്പത്തും വെച്ചാണ്. അപ്പോൾ തേങ്ങ ചിരട്ടണ്ട കേട്ടോ. അടുത്ത കറി വെക്കണമെങ്കിലേ തേങ്ങ വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് തേങ്ങ ചിരണ്ടാൻ മടിയാണെന്ന്. ഇത് തേങ്ങ പൊട്ടിച്ചപ്പോഴേക്കില്ലേ കറക്റ്റായിട്ട് ഒരു മുറി തേങ്ങയിൽ നിന്ന് ഇങ്ങനെ വിട്ടേ പോന്ന്. അപ്പം ഞാൻ ഇനി ഇത് അരിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അരിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തേട്ടായിരിക്കും നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന്. പക്ഷെ എനിക്ക് തോന്നണേ മൂത്തിട്ടില്ലെന്ന് തോന്നണം കണ്ടോ. പക്ഷെ എന്തായാലും എനിക്ക് പണി എളുപ്പമായല്ലോ. അപ്പോൾ ഞാൻ ഇതിനെ അരിഞ്ഞിട്ട് വേഗം അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ദേ ഞാൻ തേങ്ങയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ജീരകവും വെളുത്തുള്ളിയും കാണാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്, പക്ഷെ അതിലുണ്ട്. അപ്പോൾ ദേ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് കൂട്ടാം കേട്ടോ. ഇതിലോട്ട് ഒഴിച്ചിട്ട് തിളക്കണതിന് മുമ്പേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ അരപ്പ് കൂട്ടി കഴിയുമ്പോഴേക്കും പിന്നെ വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കടുകും ഉള്ളി വേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഞാൻ അതിലോട്ട് ഇത്തിരി മുളക് പൊടി ഇടുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഒരിത്തിരി ഇട്ടാൽ മതി, അധികമൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇത് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കണ അരപ്പ് കൂട്ടി വെച്ചതിലോട്ട് തട്ടാം. എന്നിട്ട് അങ്ങനെ ഇളക്കി എടുക്കുക. അപ്പോൾ കറി തയ്യാർ. അപ്പോൾ ഇന്നത്തെ കറി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ പരിപ്പും പടവലങ്ങയും പപ്പങ്ങയും കൂടി തേങ്ങ അരച്ചതും പിന്നെ മീൻ വറുത്തതും.